സാജൻസ് കറിയ എന്ന് പറഞ്ഞ വ്ളോഗർ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടേ ഇല്ല. ഇത് പിന്നെ എന്നതാണ് ഈ പ്രൊമോട്ട് ചെയ്തത്? മതിൽ പണിതത് മറുനാടൻ. ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ? സാജൻസ് കറി ചേട്ടൻ എല്ലാവരെയും പേടിപ്പിക്കുന്ന പോലെ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കാൻ വരുവാണോ ചേട്ടൻ? ചേട്ടനുമായിട്ട് ഒരു പ്രശ്നവും ബന്ധങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇത് പ്രൊമോഷൻ അല്ലേ ചേട്ടാ? എന്തിനാ ഈ കള്ളം പറയുന്നത്? ഇത് പ്രൊമോഷൻ അല്ലേ? സാജൻസ് കറിയ നിങ്ങൾ എനിക്ക് എന്തിനാ മാപ്പ് തരുമോ ഇല്ലയോ എന്ന് നോക്കുന്നത്? ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോ? കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ? അതായത് ചെന്ത് മാപ്പ് തരത്തില്ലെന്നാ മിണ്ടായിരിക്കും തോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നത്. കൊല്ലം ശ്രുതിക്ക് കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന്. 24-നെ ഫ്ലവേഴ്സിന് അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നു. അത് അവരോട് പ്രശ്നം ഉണ്ടാകുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട്. മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ അഹങ്കാരം കുറച്ച് കുറയ്ക്കാം. മറുനാടൻ എന്താ വിചാരിക്കുന്നുണ്ടാവും അറിയാം? ദൈവമേ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇതായിരിക്കും ഇപ്പൊ അവരുടെ മനസ്സിൽ. അർഹതപ്പെടാത്ത ആളുകളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇതൊക്കെ. സത്യം പറഞ്ഞാൽ അവരത് അർഹിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇതെങ്കിലും കിട്ടിയില്ലേ എന്ന് ആശ്വസിച്ച് കിട്ടിയ വീടിനകത്ത് സന്തോഷത്തോടെ ജീവിച്ച് അവിടെയുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്തിട്ട് ജീവിക്കാനുള്ള ഒരു പരിപാടി ഒന്നും ഇവർക്കില്ല. കിട്ടിയതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു മതിൽ അത്രയെങ്കിലും അവർ ചെയ്തു തന്നില്ലേ? ഇല്ല, ഇനി അതിനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൂടെ? ഇതിപ്പോൾ എന്താണെന്നറിയോ? ഇപ്പോൾ നമ്മളൊരു പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിലും പൊട്ടി കഷ്ണം ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിലും അല്ലെങ്കിൽ അതൊരു ചെറിയ കേടുണ്ടെങ്കിലും അത് ആ പട്ടി തിന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൊടുത്ത ആളെ കാണുമ്പോൾ വാലാട്ടും. ആ ഒരു നന്ദി പോലും ഈ രണ്ട് വർഗ്ഗങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഇവറ്റങ്ങൾക്ക് കൂട്ടമായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതിൽ വിറ്റതൊന്നുമല്ല. ഇത്രയും കുറ്റം പറഞ്ഞിട്ടും മഴ നനയാതെ വാടക കൊടുക്കാതെ അവർ കയറി കിടക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ്. അവർ നടക്കുന്നത് ആ മതിലിന് ചുറ്റും തന്നെയാണ്. അതാണ് ഇവിടെ ഏറ്റവും വലിയ തമാശ. പണിത് തന്ന മതിലാണ്. ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് താഴോട്ട് പോകും. അതാണ് അവസ്ഥ. ഇത് വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവർ തന്നെ നയിക്കുന്നത്. രേണു സുധിയുടെ കരച്ചിൽ നിർത്തി. അത് സാജൻസ് കറിയ എന്ന് പറഞ്ഞ യൂട്യൂബർ. രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാരാ? അയാളൊരു യൂട്യൂബറേ ഉള്ളൂ. ഈ മതിൽ ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത്. ഇതാണ് ഈ നന്മ മരമാകുന്ന സാജൻസ് കറിയ ഈ വീടിന് വേണ്ടി ചെയ്തിട്ട് എപ്പോൾ വിളിച്ചു പറയുന്നു രേണു സുധിയുടെ നാവടക്കി. ഈ സാജൻസ് കറിയ എന്ന് പറഞ്ഞ യൂട്യൂബറിന് എവിടെ ഈ അധികാരം കിട്ടിയത് നാവടക്കാൻ? രേണുവിൻ്റെ ചാനൽ സ്വന്തമായിട്ടുണ്ടോ അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ വെറും നികൃഷ്ടം എന്ന രീതിയിൽ എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബർ ആയ ഈ സാജൻസ് കറിയൊക്കെ ആരാ? എന്നാ നന്മമരാ ഇവിടെ ഇങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട്. എന്നെ കാണുന്ന ഇത് കേൾക്കുന്ന നിങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിച്ച് നിങ്ങൾ കമൻ്റ് ഇടുകയോ എന്നെ തെറി വിളിക്കുകയോ എൻ്റെ മക്കളെ അധിക്ഷേപിക്കുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിത് എൻ്റെ മനസാക്ഷിക്ക് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് ഓർക്കണം, ഞങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്തിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങളെ താത്തിക്കെട്ടി ലോകത്ത് നിന്ന് മാറ്റപ്പെടാനാണ് ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. രണ്ട് കൈയെടുത്ത് തൊഴുതു പറയുക, ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടും. ഇവർക്ക് എന്താണെന്നറിയോ? തന്നത് കുറഞ്ഞു പോയി എന്നുള്ളൊരു ചിന്തയാണ്. അതായത് വീട് വെക്കുന്ന സമയത്ത് എനിക്ക് കോൺക്രീറ്റും സിമെന്റും കൂട്ടിക്കുഴച്ചുള്ള മതിൽ വേണമായിരുന്നു, റൂഫ് വെക്കുന്ന സമയത്ത് എനിക്ക് അവിടെ ഓട് വേണ്ടായിരുന്നു, ടെറസ് തന്നെ മതിയായിരുന്നു. ഇങ്ങനെയുള്ള പല കൺസെപ്റ്റുമാണ്. അവർ വീടുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് അവരോട് ഉന്നയിക്കാമായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലെന്ന് പറയാമായിരുന്നു. അന്ന് വായിക്കാത്ത വിരലും വെച്ചിരുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് വീട് പണി പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അവരെ വന്ന് നാറ്റിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, അതിന്റെ അത്ര പോകുന്ന വൃത്തികേട് വേറെ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ഈ ഒരു വീഡിയോയിൽ രേഷ്മ ഭയങ്കര അഹങ്കാരത്തോടെ മറുനാടനെ വെല്ലുവിളിക്കുന്നത് കണ്ടു. ഇവരുടെ പറച്ചിൽ കേട്ടാ തോന്നും മറുനാടൻ നേരിട്ട് വന്ന് പണിത് കൊടുത്തതാണ് ആ മതില്. പുള്ളി തന്നെ കട്ടയെടുത്ത് വെച്ച് തേച്ച് കെട്ടിക്കൊടുത്തൊരു മതിലാണ് എന്നാണ് ഇവരുടെ സംസാരം കേട്ടാൽ. എന്റെയൊക്കെ വീട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ വെച്ച് തരുന്നതാണെങ്കിലും ഞങ്ങൾ തന്നെ വെക്കുന്നതാണെങ്കിലും അതിനൊരു മേൽനോട്ടം വഹിക്കുക എന്ന് പറയുന്നൊരു പരിപാടി എൻ്റെ അപ്പൻ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ ചെയ്യാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന പണികളിൽ എന്തെങ്കിലും പാകപ്പിഴവുകൾ ഉണ്ടെങ്കിൽ അത് ഭാവിയിലോട്ട് ബാധിക്കുമല്ലോ എന്ന ചിന്തയിൽ അറ്റ്ലീസ്റ്റ് അത് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നോക്കും. ഈ തങ്കച്ചൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ അവിടെ ഉണ്ട്. അപ്പൊ ഈ മതിൽ വെക്കുന്ന സമയത്ത് അവർക്കത് നോക്കാമായിരുന്നു, എങ്ങനെയാണ് ഈ മതിൽ പണിയുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് അവർക്ക് അന്ന് തോന്നുകയാണെങ്കിൽ അത് പണിയുന്ന ആളുകളോട് അല്ലെങ്കിൽ അത് പണിയാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ഇവർക്കത് പറയാമായിരുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന ദിവസത്തേക്ക് ആവുന്ന സമയത്ത് ഇത്ര കാലം കഴിയുമ്പോൾ ഇതിന് ഇന്ന ഡാമേജസ് സംഭവിക്കും, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യാത്തതിന് തുല്യമാണ് എന്നുള്ളത് ഓപ്പൺ ആയിട്ട് പറയണമായിരുന്നു. അതൊന്നും പറയാതെ വിറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട് പണിയുന്ന സമയത്ത് ഇതിനൊരു മേൽനോട്ടം ഇവർ വഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. അവിടെ വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ അവിടുത്തെ പണിക്കാർക്ക് വെള്ളം കൊടുക്കുന്നില്ല. ആ മതിൽ നനയ്ക്കാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നനയ്ക്കാൻ പറഞ്ഞാൽ അവരത് നനയ്ക്കാൻ കൂട്ടാക്കുന്നില്ല, അവർക്ക് സമയമില്ല, വയ്യ, ആവുന്നില്ല. ഇതൊക്കെയാണ് അവർ അന്ന് മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന പല്ലവികൾ. ഒരു സാധനം പണിത് കഴിഞ്ഞപ്പോൾ വീടിന്റെ ചുമരാണെങ്കിലും വേറെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നനച്ചിട്ടില്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകും. ആ പരിപാടികളൊന്നും ഇവർ ചെയ്തിട്ടില്ല, ഒട്ടും സഹകരണം ഇല്ലായിരുന്നു എന്നുള്ളത് ഈ ഫിറോസൊക്കെ തന്നെ വന്ന് പറയുന്നുണ്ട്. ഈ അഹങ്കാരത്തിന്റെ കൊടുമുടി കയറി നിന്നിട്ട് സഹായിച്ചവരെ എല്ലാവരെയും ഓരോരുത്തരായിട്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട് വെച്ചു കൊടുത്ത ഫിറോസിനെ, അത് കഴിഞ്ഞിട്ട് മതിൽ പണിത മറുനാടനെ, എല്ലാവരും. ഇപ്പൊ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ മറുനാടനെ ഫ്ലവേഴ്സിനോടും 24 ചാനലിനോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് മതിൽ പണിതത്, അതിന്റെ പേരിലാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് മറുനാടന് ഭയങ്കര വെല്ലുവിളിയാണ് അപ്പനും മോളും കൂടെ. എന്ത് കണ്ടിട്ട്
എന്തുണ്ടായിട്ട് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇത്രയും വലിയ ഡയലോഗ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ന്യായമുണ്ട്. പിന്നെ ഒരുപാട് പേര് പറയുന്നത് കേട്ടു, വീട് തലയ്ക്കകത്തോട്ട് ഇടിഞ്ഞു പൊളിഞ്ഞു വീട് പൊളിയാൻ പാകത്തിനൊന്നും അല്ല പണിതത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഉണ്ടായിട്ടുള്ള ഡാമേജസിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ ശരിയായ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഉദാഹരണങ്ങളായിട്ട് ഒരുപാട് പേര് രംഗത്ത് വരുന്നുണ്ട്. അവരുടെ വീട്ടിൽ ഇത്തരത്തിലുണ്ട്, ഞങ്ങൾ 40 ലക്ഷം കൊണ്ട് 50 ലക്ഷമൊക്കെ പണിത് 50 ലക്ഷമൊക്കെ കൊടുത്തിട്ടുണ്ടാക്കിയ വീടാണ്, അതിന് തന്നെ ഇത്തരത്തിലുള്ള ഡാമേജസ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് പല പല യൂട്യൂബേഴ്സിന് ഓരോരുത്തരെ ഫോട്ടോ വരെ എടുത്ത് അയച്ചു കൊടുത്തിട്ട് അവർ വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട്. നിങ്ങൾ അതൊക്കെ പോയി കാണാം. ലൈഫ് ഓഫ് അനന്തുവിൻ്റെ അകത്ത് ഒരു വീഡിയോ ഉണ്ട്. അതിലൊരു ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് ഇത്തരത്തിൽ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അവരത് നാക്കുകൊണ്ട് മറയ്ക്കാനാണ് നോക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്തയും മോളും കൂടെ ഒരുമാതിരി സിപ്പപ്പ് കൂച്ച വർത്താനാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ആളുകളെ സഹായിക്കുക, അർഹതയില്ലാത്ത ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള സൗജന്യമായി ഒന്നും തന്നെ എത്താതിരിക്കുക, പിന്നെ ആവശ്യപ്പെടുന്നവർക്ക് മാത്രം സഹായം ചെയ്യുക, ആർക്കും കണ്ടറിഞ്ഞ് ചെയ്യാതിരിക്കുക. ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠമാണ് അത്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.